നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ കൂടെ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ കാണുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ തകർന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. എൻ്റെ കൂടെ ഒരുമിച്ച് എല്ലാവരും വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ഇന്നൊരു ആമേൻ എന്ന് പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നമ്മുടെ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറക്കണേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എല്ലാവരെയും നിറക്കണേ. ആഴങ്ങളിലേക്ക് വലിയ അത്ഭുതങ്ങൾ നടക്കണേ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആമേൻ പറയാനേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാനതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ ലൈവിലാണ്. നമുക്ക് ഓഡിയോ മിക്സഡ് ആയിക്കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഒക്കെ പ്രോബ്ലം വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്ന് ലൈവിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും പ്രയറിൻ്റെ ലിങ്കും എല്ലാം ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സൂമിൽ പ്രവേശിക്കാം. വലിയ എക്സ്പീരിയൻസുകളെ കർത്താവ് നിങ്ങൾക്ക് തരുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ പ്രവർത്തികളെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവകൃപയാൽ നമുക്ക് ഇടയായിത്തീരും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. ദൈവം നമ്മളെ അത്ഭുതകരമായി തന്നെ നടത്തുന്നല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനചിന്ത ആർക്കെങ്കിലും, വചനം മാത്രമല്ല വചനചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വിശ്വാസത്തിൽ മാത്രമുള്ളവരാണ്. മന്നതയുള്ളവരാകാതെ ഉത്സാഹമുള്ളവരായിരിക്കും. അവകാശമാക്കുന്ന അനുകാരികളായി തീരും. അവകാശികളാണ്. ആമേൻ. കർത്താവ് നമ്മളെ ഇന്നലെ കേൾപ്പിച്ച വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ മന്നതയുള്ളവരാകാതെ, അപ്പോൾ മന്നത എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ഒത്തിരി കാര്യം കേട്ടു. നമ്മൾ ദൈവസന്നിധിയിൽ അലസത ഉള്ളവരാകരുത്. അപ്പോൾ ഇന്നും ഈ കർത്താവിൻ്റെ ആ ഒരു വചനവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നമുക്കെപ്പോഴും വെളിപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു അന്തരീക്ഷം, അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷമാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ അത്ഭുതം എന്ന വാക്ക് കേൾക്കുമ്പോൾ പിശാചിനാണ് അലർജി.
ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകരുത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ലൈഫല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, അതാണ് മിറക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം നോർമൽ ജീവിതമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരിക്കലും ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പണം വേണം, ആരോഗ്യം വേണം, ചുറ്റുപാട് വേണം, ജോലി വേണം, അവന് എല്ലാ സാഹചര്യങ്ങളും അവൻ അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അവനെല്ലാം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, എന്നാ ഉണ്ടായിട്ട് എന്നാ കാര്യം, നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഓരോ മനുഷ്യനും ജീവിക്കണമെങ്കിൽ അവന് ചുറ്റുവട്ടത്തിലുള്ള അവൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും അവന് അനുകൂലമായി വരണം. പക്ഷേ ദൈവമക്കളോട് ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, പണമല്ല, പ്രതാപമല്ല, കുടുംബമഹിമയല്ല, നിങ്ങളുടെ ആരോഗ്യമല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നമുക്ക് വിശ്വാസത്താൽ ജീവിക്കും. പക്ഷേ നമുക്ക് വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ള വചനമാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഈ തുടക്കത്തിൽ തന്നെ എന്നോട് കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവിനോട് നിർബന്ധം പറയുകയാണ്. ഞാൻ 2 പേരെയാണ് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ കാണുന്നത്. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു രാജു എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള, അല്ലെങ്കിൽ രാജുവിൻ്റെ ഭവനത്തിൽ ബിന്ദു ഉള്ള ഈ 2 വ്യക്തികളെ ഫോക്കസ് ചെയ്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആ ഭവനത്തോട് ഇടപെടുക എന്നുകൊണ്ട് പറയുകയാണ്. രാജുവിൻ്റെ ഭവനത്തിൽ ഒരു ബിന്ദുവിനെ കാണിക്കുന്നുണ്ട്. ഈ 2 വ്യക്തികളുമായി റിലേറ്റ് ചെയ്ത് കർത്താവ് വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. രാജുവിൻ്റെ ഭവനത്തിലുള്ള ബിന്ദുവിനെയും രാജുവിനെയും ആ ഭവനത്തിലുള്ള വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ആ കുടുംബത്തിൽ ഇന്ന് ആരാണ് നിങ്ങൾ കേൾക്കുന്നത്, ഈ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്, സമാധാനമില്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം സമാധാനത്തിൻ്റെ കുടുംബജീവിതമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് റിലീസ് ചെയ്യുന്നു. കർത്താവ് ഇന്ന് ആ വ്യക്തിയെ കേൾക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ ഭവനത്തെ സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്, അത്ഭുതമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഞങ്ങളതിനെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പോൾ ഈ വിശ്വാസ വചനം കേട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്. അതിപ്പോൾ കർത്താവ് പറഞ്ഞിട്ട് വേണോ നമുക്ക് മനസ്സിലാക്കാൻ? യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ആ വാക്ക് എടുത്തു പറഞ്ഞത്? നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അതിൻ്റെ പുറകോട്ടൊരു കാലഘട്ടത്തിലും ലോകത്തിൽ കഷ്ടമുണ്ട്. സ്വർഗത്തിലെ കാര്യമല്ല പറയുന്നത്, നരകത്തിലെ കാര്യമല്ല പറയുന്നത്. യേശു പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട. ആ ഒരു വാക്ക് കേട്ടപ്പം പ്രത്യേകിച്ച് ശിഷ്യന്മാർക്കൊന്നും ചിലപ്പം അവർ ശ്രദ്ധിച്ചില്ല. ശരിയാ, ലോകത്തിൽ കഷ്ടമുണ്ട്, കാരണം ഞാനിപ്പോൾ ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുമെന്ന് പത്രോസ് ലീഗ പറഞ്ഞു കാണും. കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നാഥ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഓരോ മനുഷ്യനും കടന്നു പോകുന്ന കഷ്ടത ലോകത്തിലുണ്ട്. യേശു അത് എടുത്തു പറയും, ലോകത്തിൽ കഷ്ടമുണ്ട്. ഇനി അടുത്ത വാക്കാണ് ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്കുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ലോകത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾക്ക് ജയിക്കുവാൻ കഴിയും. യേശുക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു വന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ദൈവത്തിൽ നിന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ റീത്ത സഹോദരി വാക്യം ഇട്ടിട്ടുണ്ട്. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയകരമായ ജീവിതമുണ്ട്. ഇന്നത്തെ അനുഗ്രഹത്തിന് ഒരു വാക്യം ഒന്ന് വായിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി വരുവാൻ ഈ വചനം കാരണമായി തീരും. അപ്പോസ്തല പ്രവൃത്തി, നമ്മൾ തുടർമാനമായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണ് കേട്ടുകൊണ്ട് വരുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തയും കാലിന് ശക്തിയില്ലാത്തയും ഉള്ളൊരു പുരുഷനിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു.
അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നമ്മളിത് പലതവണ ഈ ഒരു വാക്യം എടുത്തെങ്കിലും ഇന്ന് ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഈ വാക്യം പ്രസംഗിക്കുവാൻ ദൈവാത്മാവ് ഒരു പ്രേരണ തന്നു. ആരോടൊക്കെയോ കർത്താവ് ഇന്ന് ഇടപെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കും. എന്നോട് കർത്താവ് ഈ ലൈല എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ലൈലയുടെ കുടുംബത്തിലൊരു തലമുറയെ ദൈവം തൊടുന്നതായിട്ട് തുടക്കത്തിൽ തന്നെ കർത്താവ് പറയുകയാണ്. ലൈലയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അവർ വേഗം ഇന്ന് ആ കുടുംബത്തെ വിളിച്ചു പറഞ്ഞോണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലൈലയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വിളിച്ചിട്ട് പറയേണ്ടത്, ഭാരപ്പെടേണ്ട, ആ തലമുറയുടെ കാര്യത്തെ ദൈവം സാക്ഷ്യമാക്കി മാറ്റും എന്ന് നിങ്ങൾ പറയണം. കർത്താവ് അതൊരു അത്ഭുതമാക്കി ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ചു പറയണം, ഇനി ഭാരപ്പെടേണ്ട, ആ ഭാരം ദൈവത്തിന് കൊടുത്തോളാൻ പറയണം. ആമേൻ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഇവിടെ വചനം പറയുകയാണ്, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ നടന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉത്സാഹമോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഞാൻ പലപ്പോഴും അത് ആത്മാവിൻ്റെ വ്യാഖ്യാനമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ വചനം അവൈലബിളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പിശാച് വന്നതും വചനവുമായിട്ടാണ്. അപ്പോൾ വചനം ഇഷ്ടംപോലെ ലോകത്തിൽ ലഭിക്കും. പക്ഷേ എല്ലാ വചനം കേൾക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ബൈബിളിൻ്റെ കുഴപ്പമല്ല, ബൈബിളിലെ വചനത്തിൻ്റെ കുഴപ്പമല്ല, പരിശുദ്ധാത്മ പ്രേരിതമായി വരുന്ന വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കേൾക്കുന്നവൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാവും. ശ്രദ്ധിച്ച്, ഇവിടെ വചനം പറയുകയാണ്, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ, ആക്സിഡൻറ്റിൽ മുടന്തനായതല്ല, നടന്നപ്പോൾ പെട്ടെന്ന് ഉളുക്കിയതല്ല, എന്തോ വന്ന് വീണിട്ട് പുള്ളിക്ക് കാല് മുടന്തായതല്ല, ജന്മനാ മുടന്തൻ, ജനിച്ചപ്പോഴേ കാല് വയ്യാത്തൊരു മനുഷ്യൻ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷൻ ഇരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. ശ്രദ്ധിച്ചോണം, പൗലോസ് സംസാരിക്കുന്നത് കേട്ട്. പൗലോസ് എന്തായിരിക്കും പറഞ്ഞത്? തൊട്ടുമുളത്തെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. അപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പം, പൗലോസ് ലീഗ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ കേട്ടവൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസമാണെന്നറിയാവോ? സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടു. ആര് കണ്ടു? പൗലോസ് കണ്ടു. അപ്പോൾ പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തി, ജന്മനാ മുടന്തനായ വ്യക്തിക്കകത്തൊരു പ്രതീക്ഷയുണ്ടായി. വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്ത് എത്ര പേർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്? ആമേൻ. അപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം ഉറപ്പിച്ചു, ആ വചനം പരിശുദ്ധ ആത്മാവിലൂടെ നിങ്ങളുടെ അകത്തേക്ക് വിശ്വാസമായി മാറുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? അത് വിശ്വാസമായി മാറുന്നത് കൊണ്ടാണ് സാഹചര്യങ്ങൾക്ക് മുഴുവൻ നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ വചനത്തിലൂടെ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്ക് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും, പക്ഷെ അവർക്ക് വചനം കേൾക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല വചനം കേൾക്കാൻ. ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ? അവർക്ക് ഒരു അപ്പം ഞാൻ പലപ്പോഴും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടും ഇവരോട് പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഒക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അവരുടെ ഉള്ളിലേക്ക് കയറിയ വചനം വിശ്വാസമായി പരിണമിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് വചനത്തിലൂടെയുള്ള രക്ഷയുമായിട്ട് അവരുടെ ആത്മാവ് ലിങ്കാകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വചനം കേട്ടിട്ട് നിങ്ങളുടെ അകത്തൊരു വിശ്വാസം, ദൈവം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വചനം, ഒരു കാര്യം ഉറപ്പിച്ചോണം, കേൾക്കുന്ന വചനം നിങ്ങളെ പണിത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. പണിതെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും നീക്കി സാക്ഷ്യമാക്കും. എന്താ തെളിവ്? ഇവിടെ നോക്കിയോണം. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. നമുക്കറിയാം, ജന്മനാ ഒരു വ്യക്തിക്ക് മുടന്നു വന്നാൽ അവൻ്റെ അസ്ഥിക്കൊരു കുഴപ്പമുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഇവൻ്റെ നടപ്പും പോക്കും ഒക്കെ കാരണം അവൻ്റെ കാലിൻ്റെ നമുക്കറിയാം, ജന്മനാ മുടന്തുള്ള മനുഷ്യന്മാരുടെ കാലുകൾ നമുക്കറിയാം ഒരു ബെൻഡായിട്ടിരിക്കും, വളഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ അസ്ഥിക്കകത്തൊരു വളവ് കാണും, അല്ലെങ്കിൽ അവരുടെ കാലിന് നീളക്കുറവ് കാണും. നമുക്ക് പ്രത്യക്ഷമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത, ഒരു സർജറി ചെയ്താൽ പോലും പരിഹരിക്കാൻ കഴിയാത്തൊരു കുറവ് അവർക്കുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഒരു കുറവുണ്ട്.
അപ്പം ഇങ്ങനെ കുറവുള്ളൊരു മനുഷ്യന് വചനം കേട്ടപ്പോൾ അവന് സൗഖ്യം പ്രാപിക്കുവാൻ ഒരു മനസ്സുണ്ടാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ അറിയാതെ പറയുന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറിയ വചനം നിങ്ങളുടെ കുറവുകളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ശക്തിയുള്ള വചനമാണ്. ശ്രദ്ധിച്ചേ, ഇനി നമ്മൾ ഈ ഒരു ചിന്തയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. പൗലോസിന് എങ്ങനെ മനസ്സിലായി ആ മനുഷ്യന് സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടു? ആർക്കെങ്കിലും ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? പൗലോസിന് എങ്ങനെ മനസ്സിലായി ഈ വ്യക്തിക്ക് സൗഖ്യം നടക്കുവാനുള്ള വിശ്വാസം ഉണ്ടെന്ന്? ആത്മാവിൽ അറിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അപ്പോൾ ഒത്തിരി ഉത്തരങ്ങൾ വന്നു. പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ആത്മാവിൽ ഇടപെട്ടു. എന്നാൽ വേറൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ ഇതേ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കും, ശ്രദ്ധിച്ചോണം. അപ്പോൾ പൗലോസിന് മനസ്സിലായി ഈ വ്യക്തി ഇന്ന് എണീക്കും. അപ്പോൾ എനിക്ക് ചിലരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കുമളിയിലൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയ സമയത്ത് പ്രാർത്ഥനയെല്ലാം അവസാനിച്ച് വചനം പ്രസംഗിച്ചതിന് ശേഷം ഒരപ്പച്ചൻ നിന്നുകൊണ്ട് തുള്ളിച്ചാടുക. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു 65 വയസ്സ് കൂട്ടിക്കോ, ഇതേ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനോർത്ത് പ്രാർത്ഥനയും കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അപ്പച്ചൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ച എന്നാ പറ്റി ഇതന്നെ ചാടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അതിന് അഭിഷേകത്തിൻ്റെ വല്ലോ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മേലെ വല്ലതും വ്യാപരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബോധമുണ്ട്, ഈ കണ്ണൊക്കെ തുറന്ന് ചിരിച്ചുകൊണ്ടാണ് ചാടുന്നത്. അപ്പോൾ ഞാൻ ചെന്ന പുള്ളി പറയുകയാണ്, ഞാൻ മിലിറ്ററിക്കാരനാണ്, മിലിറ്ററിയിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു യുദ്ധസമയത്ത് പുള്ളിയുടെ കാലിൽ ഭയങ്കരമായിട്ടൊരു ഫ്രാക്ചർ ഉണ്ടായി, അസ്ഥിക്കൊരു പ്രോബ്ലം ഉണ്ടായി, ഞൊണ്ടിയാണ് നടക്കുന്നത്, അതിനെ മാറത്തില്ല. അദ്ദേഹം ഇപ്പോൾ മിലിറ്ററിയിൽ നിന്നൊക്കെ മാറി, പക്ഷേ ജീവിതകാലം ഇങ്ങനെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ജീവിതകാലം മുഴുവൻ ഞൊണ്ടി നടക്കണ്ട, അസ്ഥിക്ക് അതുപോലെ ഫ്രാക്ചർ ഉണ്ടായി, സർജറി ചെയ്തിട്ടത് ശരിയായില്ല, അപ്പോൾ അത് പ്രോബ്ലം അവിടെ അസ്ഥി ബ്രേക്കായി. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വചനം കേട്ടോണ്ടിരുന്നപ്പോൾ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചിട്ട് ഈ മനുഷ്യൻ ചാടുക. എൻ്റെ അർത്ഥം ഇപ്പം ഞൊണ്ടുമില്ല, വേദനയില്ല, ഭയങ്കര സുഖം. അപ്പം അദ്ദേഹം പറയും, ഇത്ര വർഷമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തായിരുന്നു ഈ ചാട്ടം. കാര്യം നമുക്കറിയാം മിലിറ്ററിക്കാരൊക്കെ ഈ ചാട്ടോ ഓട്ടോ ഒക്കെ ഉള്ള ആൾക്കാരല്ലേ. ഈ പുള്ളി ഇങ്ങനെ ചാടിപ്പച്ചൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഇത്രയും വർഷമായിട്ട് ചലിക്കാത്ത അസ്ഥികൾ ചലിച്ചു, ഇത്രയും വർഷമായിട്ട് നടക്കാൻ കഴിയാത്ത കാലുകൾക്ക് ബലമുണ്ടായി, ഞൊണ്ടി നടന്ന മനുഷ്യന് ശക്തി വ്യാപരിച്ചു. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ്റെ മേലേക്ക് ശക്തി വ്യാപരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് ഉണ്ടായത് എന്തായിരിക്കും? ഇത് തന്നെയാണ് ഈ മനുഷ്യൻ്റെ അകത്ത് ഉണ്ടായത്. നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോണം, പൗലോസ് സംസാരിച്ചുകൊണ്ട് കേട്ടത്, അവൻ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. അപ്പോൾ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ കേട്ടോണം. 10-ാം വാക്യത്തിൽ കാലൂന്നി എണീക്കുക എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ 2-ാം അധ്യായത്തിലെ 1-ാം വാക്യം മുതൽ പറയുകയാണ്, ചില ദിവസം കഴിഞ്ഞിട്ട് യേശു പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടയില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഞാൻ പറയും, യേശുക്രിസ്തുവിൻ്റെ അഭിഷേകം എവിടെയുണ്ടോ അവിടെ ഇരിക്കാൻ ഇട കാണത്തില്ല, ഉറപ്പാ. ഇവിടെ പറയുകയാണ്, വാതിൽ പോലും ഇടവില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടാകിയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ എടുത്തു. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പുതുതായിട്ട് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ പഴയത് കേൾക്കുന്നവർക്കും മടുപ്പൊന്നും തോന്നണ്ട. ഇവിടെ ശ്രദ്ധിച്ചോണം, പുരുഷാര നിമിത്തം അവിടെ സമീപിച്ച് കൂടാകിയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, വല്ലവരുടെയും വീട് യേശു വന്നത് അറിഞ്ഞിട്ട് ഒരു 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ, അതായത് തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരിക. ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട്, ഈ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഇവർ നോക്കിയപ്പം യേശുക്രിസ്തു നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ പോലും ഇടയില്ലാതെ വണ്ണം ജനം കൂടുക, ഭയങ്കര ജനം കൂട്ടം. അപ്പം ഇവരുടെ അകത്ത് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ അകത്ത് കടത്തണം, ഒരു രക്ഷയില്ല. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിനേക്കാളും രോഗത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കും. അവർ തിരക്കിക്കൊണ്ട് ചിലപ്പോൾ രാവിലെ മുതൽ വന്നിരിക്കുന്നതായിരിക്കും, ആഹാരം പോലും കഴിക്കാതെ നിൽക്കുന്നവരൊക്കെ. അപ്പോൾ ആരും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, എല്ലാവരും രോഗികളായിരിക്കും, എല്ലാവരും പ്രശ്നക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലർ വചനം കേൾക്കാൻ വന്നവരായിരിക്കും. ഇവരാരും വിട്ടുകൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്കവിടെ എഴുതുമായിരുന്നു, ഒരു ഗ്യാപ്പ് എല്ലാവരും കൊടുത്തു എന്ന് എഴുതിയാൽ, ആരും ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. ഉടനെ അവരെന്ത് ചെയ്തു, ഈ തളർന്ന മനുഷ്യനെ ഒന്ന് ആലോചിച്ച് നോക്കി, ചുമന്നുകൊണ്ട് വീടിൻ്റെ മേൽക്കൂരെ കയറി. നിങ്ങളൊന്ന് ചുമ്മാ ഇമാജിൻ ചെയ്ത്, ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് മേൽക്കൂരെ കയറി, കട്ടിലോടുകൂടെയാണ്, മറ്റൊരു വാക്യത്തിൽ പറഞ്ഞ കട്ടിലോടുകൂടെ എന്ത് ചെയ്തേക്കുന്നത്,
അവനെ താഴേക്ക് ഇറക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അവൻ്റെ കിടക്ക ശ്രദ്ധിച്ച, കിടക്കയോടുകൂടെ അവനെ ഇറക്കി വെച്ചു. അപ്പോൾ ഈ കിടക്കയും ചുമന്നുകൊണ്ട് ഈ വ്യക്തിയെയും ചുമന്നുകൊണ്ട് 4 പേര് വലിഞ്ഞു കയറി ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ആലോചിച്ച് നോക്കി. അവിടെ നിന്ന് കേൾക്കണം ഇവരെന്തുവാ കാണിക്കുന്നുള്ള ആൾക്കാർ നോക്കി. വേറൊരു കുഴപ്പമെന്നറിയാവോ, ഈ മനുഷ്യനെങ്ങാനും ചുമന്നുകൊണ്ട് പോകുന്ന വഴി കയ്യോ കാലോ ഇവരെ തെന്നി താഴേക്ക് വീണാൽ തീർന്ന് പരിപാടി. ഭാര്യ പറയും, ആ മക്കൾ പറയും, ഒരു കാര്യം അച്ചായന് ബോധമെങ്കിലും ഉണ്ടായിരുന്നു, എണീക്കാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ ഒരു ജീവനുള്ള മനുഷ്യനായിട്ട് കിടന്നേനെ. ഇതിപ്പോൾ എന്ത് ചെയ്തു, ഈ മനുഷ്യനെ കൊന്നെന്ന് എന്ത് ചെയ്യും നാട്ടുകാർ പറയും. ഇതെല്ലാം അവർ കേൾക്കണം, ഇതെല്ലാം അവർ ഫേസ് ചെയ്യണം. അവർ കാണിച്ച ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം അവരുടെ മുമ്പിൽ ചോദ്യങ്ങളാ. എന്നിട്ടും അവരെന്ത് ചെയ്തു, ഈ മനുഷ്യനെ വലിച്ച് ചുമന്ന് മേൽക്കൂരയുടെ മുകളിൽ കൊണ്ടുവന്ന് അത് കീറി മേൽക്കൂര പൊളിച്ച് ഈ പക്ഷപാതക്കാരനെ താഴേക്കിറക്കി. അപ്പോൾ യേശു പറഞ്ഞത്, എന്നെ പരിപാടിയെ കാണിച്ചത്, വല്ലവൻ്റെ വീട് കുത്തി തുറന്നാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. നിങ്ങളാണ് അവിടെ ബഹളം വെച്ചേനെ, ആ പ്രാർത്ഥനാ യോഗം മൊത്തം കലക്കിയേനെ. പക്ഷേ യേശു പറയുകയാണ്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കുറച്ച് മുമ്പേ പറഞ്ഞു പൗലോസിന് ആത്മാവിൽ മനസ്സിലായെന്ന്. ഇവിടെ യേശുവിന് എങ്ങനെ മനസ്സിലായി ഇവർക്ക് വിശ്വാസം ഉണ്ടെന്ന്? വിശ്വാസം കണ്ടിട്ട് എങ്ങനെ കണ്ടു? വിശ്വാസത്തോടെ അവരുടെ വിശ്വാസ പ്രവൃത്തി കണ്ടിട്ട്. വിശ്വാസ പ്രവൃത്തി നല്ലതാണ്, പക്ഷേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു വിശ്വാസി നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരാഗ്രഹവും ഉറപ്പും ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് ഇവിടെ നോക്കിക്ക്. ഈ മനുഷ്യന്മാർ 4 പേര് ഈ മനുഷ്യനെ കിടക്കയോടുകൂടെ ഈ വീടിൻ്റെ മുകളിൽ കയറി പെര പൊളിച്ച് ആ കട്ടിലോടുകൂടെ ഈ വ്യക്തിയെ താഴേക്ക് ഇറക്കുമ്പോൾ ഇവർക്കൊരു ഉറപ്പുണ്ട്, ഇവിടുന്ന് സൗഖ്യമായിട്ടേ പോകത്തുള്ളൂ. ശ്രദ്ധിച്ചു നോക്കി, ഇത് നിങ്ങളുടെ അകത്ത് കയറണം. യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങളുടെ അകത്തേക്ക് എന്ത് ചെയ്യണം? കയറണം. അപ്പം ഇതുകൊണ്ടാണ് പൗലോസിന് മനസ്സിലായത്, ഈ മുടന്തനായ മനുഷ്യൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തിൻ്റെ പ്രവർത്തനമല്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ ഈ മനുഷ്യൻ വിശ്വാസത്തെ കൈവച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം എണീക്കാൻ ശ്രമിക്കുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ചേഷ്ട ഈ മനുഷ്യൻ കാണിച്ചു കാണും. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 4 പേര് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരുന്നത് യേശു കണ്ടില്ല. യേശു ആത്മാവിൽ കണ്ടു കാണും, എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ യേശു കാണുന്നില്ല. കാര്യം പുരുഷാരം ഇങ്ങനെ നിറഞ്ഞിരിക്കുക, ഓരോ സെക്കൻഡും ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിരന്നിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീടിൽ ഇടയില്ലാതെ വണ്ണം നിറഞ്ഞിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന് ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇവർ വരുന്നത് കാണാൻ പറ്റുന്നില്ല, ഇവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. യേശു ഉണ്ടെന്ന് മാത്രം അറിയത്തുള്ളൂ. യേശു ക്രിസ്തു ഇനി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ പുറകിൽ വല്ലതും പോയോന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇവർക്കൊരു ഉറപ്പുണ്ട്, യേശുവിൻ്റെ മുമ്പിൽ വന്നാൽ ഇവൻ എണീക്കും. ഇപ്പം മനസ്സിലായോ? കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന വ്യക്തികൾക്കകത്തേക്ക് ഒരു ഉറപ്പ് കയറണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ഉറപ്പ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടണം. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ ഈ ഫോൺ ചാർജ് കുറയുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടുവന്ന് കുത്തിയിടത്തില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോണിൻ്റെ ചാർജ് കുറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അതുവരെ ചാർജർ നമ്മൾ നോക്കത്തില്ല, ഓടി വന്ന് എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഫോണിൻ്റെ ചാർജർ ഒരു പരിധി കഴിഞ്ഞ് ഓടിക്കൊണ്ട് ഞാൻ ചാർജ് ചെയ്യും. കാര്യം എൻ്റെ ചിന്തയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നാൽ പെട്ടെന്ന് ചാർജ് കയറാൻ സമയമില്ലല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കുത്തിയിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ഉറപ്പ് കുറയുമ്പോൾ പ്രാർത്ഥനയും വചനത്തിലും ശക്തിപ്പെടണം. പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുമായിരിക്കും, പ്രശ്നം ചിലപ്പോൾ മാറുന്നില്ലായിരിക്കും. ശ്രദ്ധിക്കണം എപ്പോഴും, പഴയ പോലെ എനിക്കിപ്പോൾ ഉറപ്പില്ലല്ലോ. ഈ ഉറപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേൽ തീ കത്തിക്കുന്നത്. മനസ്സിലായി? ഈ ഉറപ്പ് വർദ്ധിക്കുമ്പോഴാണ് വിശ്വാസം വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഉറപ്പില്ല, അവർക്ക് വിശ്വാസമുണ്ട്, ദൈവം പ്രവർത്തിക്കും ബ്രദറെ, ഞാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു. ഉറപ്പുണ്ടോ ദൈവം പ്രവർത്തിക്കുമെന്ന്? എങ്കിലേ വിശ്വാസത്തിലേക്ക് അത് ബാധിക്കത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പക്ഷപാതക്കാരനെ കെട്ടിച്ചുമന്നുകൊണ്ട് വീടിൻ്റെ മേൽക്കൂരയും പൊളിച്ച് അവർ താഴേക്ക് ഇറക്കുന്ന സമയത്ത് കണ്ടു നിൽക്കുന്ന ഒരു അച്ചായൻ പറയാം, എൻ്റെ പൊന്നു സഹോദര, കാലം തെന്നി നീയും ആ മനുഷ്യനും 3 പേര് 4 പേര് 5 പേരും കൂടെ താഴേക്ക് വീണ് തലയെങ്ങാനും ഇടിച്ച് തല പൊട്ടി ചോര വന്ന് അവൻ മരിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? അവർ പറയും തലയും പൊട്ടത്തില്ല, വീഴത്തുമില്ല, യേശുവിനെ കാണും, സൗഖ്യമാകും. എന്നാ ഗ്യാരണ്ടി? ഉറപ്പുണ്ട്. ഇപ്പം മനസ്സിലായോ? ഇവിടെ തന്നെയാണ് പൗലോസ്ലീഹ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ല, ആ വാക്ക് ശ്രദ്ധിച്ച്, ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാത്തൊരു പുരുഷൻ ഇരുന്നിരുന്നു.
അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ശ്രദ്ധിച്ചോണം, ഈ വചനം കേട്ടിട്ട് ഈ പാവയെപ്പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. വചനം കേട്ടിട്ട് ഒരു ആമേനും പറയത്തില്ല, ഒരു ഹാലേലിയം പറയത്തില്ല, ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, മസിൽ പിടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഈ മനുഷ്യൻ അങ്ങനെ ഇരുന്നില്ല. പൗലോസിന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഈ അപ്പച്ചൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പച്ചൻ വേണം എന്ത് ചെയ്യായിരുന്നു, കർത്താവ് സൗഖ്യമാക്കുവാണെങ്കിൽ സൗഖ്യമാകട്ടെ. പക്ഷെ അപ്പച്ചൻ ചാടാൻ തുടങ്ങി. യേശുവിൻ്റെ ശക്തി ശരീരത്തിൻ്റെ മേൽ വെളിപ്പെട്ടപ്പോഴേക്കും നാണക്കേട്. എന്നാൽ 65 വയസ്സുള്ള അപ്പച്ചൻ കിടന്ന് ഈ ആൾക്കാരെല്ലാം മുമ്പിൽ കൂടെ മുണ്ട് കൊടുത്തുകൊണ്ട് ചാടിക്കൊണ്ടത് എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ആ മുണ്ടങ്ങാനും ചിലപ്പോൾ അഴിഞ്ഞു പോകത്തില്ലേ, ചിലപ്പോൾ അദ്ദേഹം മറിഞ്ഞു വീഴത്തില്ലേ, നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊന്നും പുള്ളി നോക്കുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്നത്, കർത്താവ് എന്നെ തൊട്ടു, യേശു എന്നെ വിടുവിച്ചു. അപ്പം ഈ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസ് സംസാരിച്ചത് കേട്ടു. ശ്രദ്ധിച്ചോണം, ഈ വാക്ക് നോക്കുകയാണ്, കേട്ടു, കേട്ടവൻ പ്രതികരിക്കണം. ഇവിടെ വചനം പറയുകയാണ്, അവൻ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. ശ്രദ്ധിച്ചോണം, സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് പൗലോസിന് മനസ്സിലായി, ഈ മനുഷ്യന് വിശ്വാസമുണ്ട് എന്ന് ആത്മാവിലൊന്നും മനസ്സിലായില്ല. അവനെ ഉറ്റുനോക്കി, പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ കാലൂന്നി നിവർന്ന് നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞ് അവൻ കുതിച്ച് ചാടി എഴുന്നേറ്റ് നടന്നു. അതിൻ്റെ അർത്ഥം പുള്ളി റെഡിയായിരുന്നു. നമ്മളാണെങ്കിൽ പറയും, സഹോദരി യേശു നിങ്ങളെ വിടുക, നമ്മൾ തന്നെ പറയും, ഉടനെ പുറകോട്ട് തിരിഞ്ഞു നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലരും കണ്ടിട്ടുണ്ട്. സഹോദരി യേശു നിങ്ങളെ തൊടുന്ന് പറയുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? കാര്യം നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യേശു തൊടുന്നുള്ള പ്രവൃത്തിയില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, സഹോദരൻ നിങ്ങളെ ഉടനെ പിന്നെയും തിരിഞ്ഞു നോക്കും, ഇപ്പുറത്തെ വ്യക്തിയാണോ. ഈ ജന്മനാ മുടന്തനായ നിങ്ങൾ ശ്രദ്ധിച്ച് അവനെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്. ഞാൻ ചിന്തിക്കും, ഇത്രയും ജനക്കൂട്ടം, പൗലോസ് എന്തായാലും വരുന്ന സമയത്ത് 2 പേരൊന്നും ആയിരിക്കത്തില്ല. ബൈബിളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പട്ടണം മൊത്തം എന്ത് ചെയ്തു, ഇളകി വന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒരു പട്ടണം ഇളകി വന്നു. അപ്പം എന്തായാലും പൗലോസ് ശ്രീക ഈ ലുസ്ത്രയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജനം കൂടും. കാര്യം അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടെങ്കിൽ ജനം കൂടും. അപ്പോൾ പൗലോസ് ഇത്രയും ജനക്കൂട്ടത്തിന് നടുവിൽ ഈ വ്യക്തിയെ നോക്കുമ്പോൾ അപ്പുറത്തിരുന്നവനെ ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കാമല്ലോ. കാര്യം ഞാൻ ജന്മനാ മുടന്തനാ, ഞാനിനി എന്നെ എണീക്കാനാ. ഇദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയേ, കാലൂന്നി നിവർന്ന് നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞപ്പം അവൻ എന്ത് ചെയ്തു? കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് അടുത്ത് എന്നൊന്നുമില്ല, കൈ വെക്കാൻ വേണ്ടി പോയില്ല, തലേ കൈ വെപ്പിച്ചില്ല, അവിടെ ഇരുന്നുകൊണ്ട് അവൻ ചാടി എണീറ്റു. എൻ്റെ അർത്ഥം അവൻ്റെ ചേഷ്ടയിൽ നിന്ന് മനസ്സിലായി, ഇവൻ ഇന്ന് പൊങ്ങി എണീക്കും. മനസ്സിലാകുന്നുണ്ട്? വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഉറപ്പ് വർദ്ധിക്കണം. സാഹചര്യം നമ്മളെ പുറകോട്ട്, ഇന്നലെ പറഞ്ഞ വചനം കേട്ടവർക്ക് അറിയാൻ പറ്റും. ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചത്, നമ്മളെ മന്ദതയുള്ളവരാക്കുന്ന ചില ആൾക്കാരുണ്ട് ചുറ്റിനും. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ തളർത്തുന്ന ആൾക്കാർ വിശ്വാസ ജീവിതത്തിൽ തന്നെയുണ്ട്, നമ്മളെ തളർത്തുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ കൂട്ടുകെട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് വിശ്വാസത്തിൽ ബലം തരാത്ത കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ്. അവരെ സ്നേഹിക്കുന്നു, അവരെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ ഞാൻ അവരെ എന്തു ചെയ്യും? അകലം പാലിക്കും. കാരണം എൻ്റെ ചാർജ് കുറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തെ അത് ബാധിക്കും. ഞാൻ ലോക മനുഷ്യനെ പോലെ ചിന്തിക്കുവാൻ തുടങ്ങും, ഞാൻ ലോക മനുഷ്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? എനിക്ക് എല്ലാ സാഹചര്യങ്ങളും വേണം. അപ്പോൾ അയ്യോ, നാളത്തെ ദിവസം എന്തായി തരും? പണം വേണം, ആരോഗ്യം വേണം, അത് വേണം, ഇത് വേണം. എനിക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയാതെ വരും. ഇപ്പോൾ മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം, കർത്താവ് എന്നെ തൊടും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടക്കേടായിരിക്കും. ബ്രദറെ, ഞാൻ ബ്രദറിനോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരു തവണ കേട്ടെന്നേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് അത് ചെയ്യും. രണ്ടാമത് നിങ്ങൾ പറയുമ്പോൾ ഞാനത് കേൾക്കത്തില്ല, മൂന്നാമത് പറയുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യത്തില്ല, നാലാമത് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ അകത്തേക്ക് ഈ ഉറപ്പ് കയറണം. നിങ്ങൾ എല്ലാ ദിവസവും ആ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. യേശു പറഞ്ഞ വാക്കെന്നാണെന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. മനസ്സിലായോ? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന്. അപ്പം കിട്ടിയിട്ടില്ല, പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടിയിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്ത ആ വാക്യം ഉണ്ടെങ്കിൽ പറയുവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അതുണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിട്ട് വിശ്വസിക്കാനല്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. ഇല്ല, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ,
ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി മനുഷ്യനോട് യേശുവിൻ്റെ വചനം പറയുക, യേശു നിനക്ക് വേണ്ടി മുറിവേറ്റു. എടാ, നിന്റെ ജന്മനാ നീ മുടന്തനാണെങ്കിലും നിന്റെ ജന്മനായുള്ള മുടന്തിനു വേണ്ടി യേശു വില കൊടുത്ത്. ഇപ്പം മനസ്സിലായോ? ഇതാ പൗലോസ് പ്രസംഗിച്ചു. അല്ലാതെ പൗലോസ് വന്നിട്ട് അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പൗലോസിൻ്റെ പ്രസംഗം, നീ ജന്മനാ മുടന്തനാണെങ്കിലും നീ എണീക്കാനുള്ള വില യേശു ക്രൂശി കൊടുത്തു. നീ സൗഖ്യമാകാനുള്ള അടി യേശു ഏറ്റു. നീ സൗഖ്യമാകാൻ വേണ്ടിയുള്ള മുറിവ് യേശു ഏറ്റു. ഇത് കേട്ടപ്പോൾ അവനങ്ങ് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ അവരങ്ങോട്ട്, ചിലപ്പോൾ അവൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരിക്കും. അവൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമായിരിക്കും? ഈ പ്രസംഗം തീർന്നിട്ട് എങ്ങനെയും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ മനുഷ്യൻ മാത്രം എന്ത് ചെയ്യും? അങ്ങോട്ടിങ്ങനെ ഒരു എണീക്കാനൊരു ടെൻഡൻസി കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എണീക്കുവാൻ ഒരു ടെൻഡൻസി കാണിക്കുക. പൗലോസിന് മനസ്സിലായി ഇന്ന് ഇവൻ എണീറ്റിട്ടേ പോകത്തുള്ളൂ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? കാലൂന്നി എണീറ്റോളാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന അവിടെ നടന്നിട്ടില്ല. 10ാമത്തെ വാക്യം നോക്കി. ഞാൻ ആ വാക്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ശ്രദ്ധിച്ച് നോക്കി. നമ്മളാണ് ചെന്നിട്ട് ഒരു പ്രാർത്ഥന, 2 സ്തോത്രം, 1 ഹാലേലിയൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ വചനം പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിന്നു, തീർന്നു പരിപാടി. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. കാരണം നിൻ്റെ അകത്തേക്ക് അത് കയറി. ഉറപ്പുള്ളവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറപ്പുള്ളവന് വേണ്ടി പിന്നെ പ്രത്യേകിച്ച് വിശ്വസിക്കണം. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിൽക്കും, ബ്രദറെ നിങ്ങൾ എൻ്റെ ജീവിത സാഹചര്യം ബ്രദറിന് അറിയാൻ പറഞ്ഞില്ല, ഞാൻ വലിയ തകർച്ചയിലൊക്കെ. ഞാൻ പറയാം, എൻ്റെ പൊന്നു സൗരി, നിങ്ങളെക്കാൾ ഒത്തിരി തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോയ വ്യക്തികളെ എനിക്കറിയാം. വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അതിൻ്റെ ഇടയിൽ ദൈവം നമുക്കൊരു ഉറപ്പ് തരും. ആ ഉറപ്പെ പിടിച്ച് കയറിക്കോണം. ആ ഉറപ്പ് കത്തിച്ച് വിശ്വാസത്തിലേക്ക് മാറിക്കോണം. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ണുകൊണ്ട് കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് ആ വചനത്തിൽ കേട്ടതുപോലെ ആ 4 പേരുടെ അകത്തേക്ക് ഒരു ഉറപ്പ് കയറി. ഇന്ന് നിങ്ങളുടെ അകത്തോട്ടൊരു എത്ര പേർക്ക് ഇന്ന് ഉറപ്പുണ്ട്? കർത്താവ് എനിക്ക് വേണ്ടി ചുമ്മാ പറയരുത്. നിങ്ങളുടെ അകത്തേക്ക് കയറണം ഈ ഉറപ്പ്. എൻ്റെ വിഷയം, ഈ ജന്മനാ മുടന്തന് സൗഖ്യമാകാമെങ്കിൽ ഈ ഇടയിൽ കയറി വന്ന രോഗം മാറത്തില്ലേ? ജന്മനാ കാല് വളഞ്ഞവൻ ജനിച്ചപ്പോഴേ മുടന്തനാ. ആ മനുഷ്യന് സൗഖ്യമാകാമെങ്കിൽ ഈ ഇടയിൽ വന്ന രോഗത്തിലിരിക്കുന്ന നിങ്ങൾക്ക് എത്ര അധികം ചാൻസ് ഉണ്ട്, എത്ര അധികം പ്രതീക്ഷയുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് പിടിച്ചു കയറിക്കേ. എൻ്റെ യേശു അത്ഭുതം ചെയ്യുന്ന ദൈവം തന്നെയാണ്. ലോകം അത് ആരൊക്കെ എതിർത്ത് പറഞ്ഞാൽ ഇതിലൊന്നുമല്ല കാര്യമെന്ന് കളിയാക്കിയാലും കളിയാക്കുന്നവൻ അവിടെ കടന്ന് നശിക്കത്തേയുള്ളൂ. വിശ്വസിക്കുന്നവൻ മുന്നോട്ട് പോകും. അവൻ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കും. ഇതേപോലെ കാലൂന്നി തുള്ളിച്ചാടിയും ദൈവത്തെ സ്തുതിക്കും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നൊരു മകളെ കാണിക്കുന്നു. നീന എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളിൽ പറയുക. നീന എന്നു പേരുള്ള ഒരു മകളെ ദൈവം ഇന്ന് സ്പർശിക്കുന്നു. അവളുടെ കുടുംബത്തിൽ അവളുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. നീനയുടെ ഭവനത്തെ ദൈവം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് അറിയാൻ വേണ്ടി പോവാം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നീനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നാളുകളായിട്ട് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരട്ടെ. ഞാൻ കാണുന്നത് ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് സകല അന്ധകാരങ്ങളെയും ഇന്ന് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന് മേൽ ഉണ്ടാകുന്നല്ലോ. ഞാനിന്നൊരു ഭവനത്തെ കർത്താവിനെ എടുത്തു കാണുക. ഈ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞ ഒരു ഫലമുള്ള നമുക്കറിയാം ഒരു മരം. അത് വീടിൻ്റെ മുൻവശത്ത് തന്നെ നിൽക്കുന്ന ഒരു വീട്. അത് കയറി വരുമ്പോൾ തന്നെ ആ ഒരു മുൻവശത്ത് ആ മരം നിൽക്കുകയും അതിന് ശേഷം ആ ഒരു മരത്തിൻ്റെ നേരെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഫ്രണ്ട് ഡോറിലെ വാതിൽ. ആ വാതിലിൻ്റെ അകത്തോട്ട് കയറി വരുമ്പം ഞാൻ കാണുന്നത് ഒരു സഹോദരി എന്ന കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഭവനത്തെ ദൈവാത്മാവ് സ്പർശിക്കുന്നതായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് 2 തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നൊരു കാഴ്ച. അവരുടെ ഭാവിയെ അടഞ്ഞതിനെ സ്വർഗം എന്ന് തുറക്കുക.
എൻ്റെ കർത്താവ് ഇങ്ങനെ പറയും, എത്ര ശ്രമിച്ചിട്ടും കയറിപ്പോകാൻ കഴിയാതെ വണ്ണം കുറേ ശ്രമിച്ചിട്ടും കുറേ ഓപ്പർച്യൂണിറ്റികൾ മുമ്പിൽ വന്നിട്ടും എല്ലാം തെന്നി മാറുന്നൊരവസ്ഥയാണ്. പലപ്പോഴും ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ആ ഒരു കുടുംബത്തെ കാണിക്കുന്ന ഒരു റെഡ് കളറിലെ പോലെ ഒരു പൗച്ച് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് ഇന്ന് ആ ഭവനത്തെ സ്പർശിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെന്ന് ഉറപ്പിച്ച് നിങ്ങളിങ്ങനെ പറഞ്ഞു, ജന്മനാ മുടന്തനായ മനുഷ്യൻ ചാടി എണീറ്റെങ്കിൽ പൗലോസും എടുക്കാനായിട്ടല്ല, പത്രോസും എടുക്കാനായിട്ടല്ല, ഈ പറയുന്ന ബ്രദറും എടുക്കാനായിട്ടല്ല, യേശു സർവശക്തനാണ്. കർത്താവിൻ്റെ സുവിശേഷം കേട്ടാൽ പിന്നെ രോഗിയായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വചനം കേട്ടാൽ കണ്ടില്ലേ, യേശുവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മുടന്തൻ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറയത്തില്ല, ഇരിക്കപ്പുറതി ഉണ്ടാകുന്നില്ല. അയാൾക്ക് അങ്ങോട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുന്ന പൗലോസ് നീ എന്തിനാ ഇരിക്കുന്നത്, ചാടി എണീറ്റോ. ഇന്ന് യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് രോഗിയായി ഇരിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ചില മുഴകൾ ഇന്ന് ഞാൻ കാണുന്നു. ഈ തലയുടെ ഭാഗത്ത് ചില മുഴകൾ പോലെ നിൽക്കുന്ന ചിലർക്കത് സൗഖ്യമാകുക. ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ചില സമയത്ത് ഇങ്ങനെ മുഴകൾ പ്രത്യക്ഷപ്പെടുകയും അത് അപ്രതീക്ഷിതമായി പോകും. പക്ഷേ പിന്നെയും ഉണ്ടായി വരുന്ന ചിലരെ സൗഖ്യമാകുക. ചില സ്കിൻ ഡിസീസുകൾ ഇന്ന് സൗഖ്യമാകുക. സ്കിന്നിൻ്റെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡിലെ കൗണ്ടുകൾ നോർമലാകുക. ദിവ്യ ആരോഗ്യം ദീർഘായുസ്സും നമ്മുടെ അവകാശമാണ്. ദിവ്യ ആരോഗ്യം ദീർഘായുസ്സും നമ്മുടെ അവകാശമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവെ നന്ദി കർത്താവേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവോട് പറഞ്ഞ അനൂപ് എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തെ കർത്താവ് സ്പർശിക്കും. അനൂപ് എന്നാണ് മകൻ്റെ പേര്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. അനൂപിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് അവിടെ ഉണ്ടായി വരികയാണ്. അനൂപിനെ കണക്ട് ചെയ്തുകൊണ്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലൊരു അനുഗ്രഹത്തിൻ്റെ വാതിലുണ്ടാകാം. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം അനർത്ഥത്തിനല്ല, രക്ഷയുടെ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ക്യാൻസറിൻ്റെ ഏത് സ്റ്റേജ് ആയിക്കോട്ടെ കൈവച്ചോണം. യേശുവിൻ്റെ ക്യാൻസർ വഹിച്ചു, അങ്ങനെ തന്നെ പറയണം. സാക്ഷാൽ യേശുവിൻ്റെ രോഗം വഹിച്ചുവെങ്കിൽ എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാണ്, എൻ്റെ രോഗം യേശു വഹിച്ചതാണ്, എൻ്റെ വേദന യേശു വഹിച്ചതാണ്, എൻ്റെ മുറിവുകൾ യേശു വഹിച്ചതാണ്, എൻ്റെ ഏത് രോഗത്തെയും യേശു ക്രൂശിൽ വഹിച്ചത്. എൻ്റെ ദാരിദ്ര്യം ഞാൻ വായ്പ വാങ്ങിക്കുന്നതിൽ യേശുവിന് സന്തോഷം. അതുകൊണ്ടാണ് നീ വാരി വിതറി കൊടുക്കുമെന്ന് പറയുന്നത്. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തോട്ട് അത് കയറുന്നില്ല ആ വചനം. പക്ഷേ നിങ്ങളുടെ അകത്തേക്ക് ഒരു ഉറപ്പ് കയറിയില്ല. ഞാൻ രക്ഷപ്പെടുമെങ്കിൽ വിളിച്ചു പറയണം, കേട്ടയാൾ വിളിച്ചു പറയണം, ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷിയായിത്തീരും, ദൈവത്താൽ സാക്ഷിയായിത്തീരും. അനുഗ്രഹിച്ചു. ആ വേദനയുള്ള ഭാഗത്ത് ഒരു കൈവച്ചിനി ആ വേദന അവിടെ ഇല്ല. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ആ രോഗം അപ്രതീക്ഷിതമായി പോയിരിക്കുന്നു. നിങ്ങളുടെ ക്ലൗണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീർന്നിരിക്കുന്നു. കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പുതുവഴി തുറന്നു വരട്ടെ. പറയണം, ഞാൻ വാരി വിതറി കൊടുക്കുമെന്ന് പറ. ഞാൻ വാരി വിതറി കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. നന്മ എൻ്റെ പുറകെ വരും. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഞാൻ ഇരിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഞാൻ സുവിശേഷം പറയും. ഞാൻ സാക്ഷിയാകും. എന്നിലൂടെ അസാധാരണമായ പ്രവർത്തികൾ നടക്കും. കർത്താവിൻ്റെ സാക്ഷി ഞാനാകും. ദൈവത്തിൻ്റെ അത്ഭുതമായി ഞാൻ തീരും. ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഞാനിത് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുക. ദൈവാത്മാവിനോട് പറയുന്നു, ഒരു ബിന്ദുവിൻ്റെ മോള് നീതുവിനെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ബിന്ദുവിൻ്റെ മോള് നീതുവിനെ ദൈവം സ്പർശിക്കുന്നു. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് രക്ഷയുടെ സന്തോഷത്താൽ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ബിന്ദുവിൻ്റെ മോള് നീതുവിനെയും ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ ആ തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവം തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകൾ നിങ്ങൾക്ക് വേഗത്തിൽ പറയാം. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയയ്ക്കുക. ടോംസ് പറഞ്ഞ് ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു. ഇന്നലെ ബ്രദർ ഞാൻ US നിന്നാണ്.
ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ 16-ന് വന്നപ്പോൾ മുതൽ എനിക്ക് ലൈവിൽ കയറാൻ ഒക്കുന്നില്ലായിരുന്നു. ഇന്നലെയെങ്കിലും കയറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ US ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ ബ്രദർ ബോബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എനിക്ക് കയറാൻ ഒത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അത് കയറാൻ ഒക്കാഞ്ഞത്. കയറാൻ ഒത്തിരുന്നെങ്കിൽ ഞാൻ പ്രെയർ റിക്വസ്റ്റ് അയച്ചേനെ. പ്രെയർ റിക്വസ്റ്റ് അയക്കാതെ ഇന്നലെ പാസ്റ്റർ, ഇന്നിപ്പോ ഇവിടെ സൺഡേ 11 ആണ്. അപ്പം ഇന്നലെ പാസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ശനിയാഴ്ച ഞാൻ 11 o'clock ആണ് ബോബിക്ക് വേണ്ടി ഇന്നലെ പാസ്റ്റർ പറഞ്ഞ് അവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നും എനിക്ക് കയറാൻ ഒത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ഇന്ന് എനിക്ക് വിറ്റ്നസ് പറയണം. അതിനായിട്ട് എനിക്ക് somehow it started working and I'm able to join on live. I just wanted to witness that, എൻ്റെ ബ്രദർ ആൽക്കഹോളിസത്തിലായിരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബമായിട്ട് അവന് വേണ്ടി. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പാസ്റ്ററിന്റെ മെസ്സേജ് കേട്ടു. ഞാനിവിടെ എൻ്റെ കാല് കുത്തിയിട്ട് 3 ആഴ്ചയായുള്ളൂ. എൻ്റെ ബ്രദറിന് പെട്ടെന്നൊരു അൺഈസിനെസ് വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി. വി തോട്ട് ഇറ്റ് ഈസ് എ ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക്. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു. അവന്റെ ആൽക്കഹോളിസം കാരണം അവന് വന്ന വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ആയിരുന്നു. ഹി വാസ് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ. ഇന്നലെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവന്റെ തലതൊട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. I thank God that he's healing him. അവൻ പൂർണ്ണമായിട്ട് ഇതിലെല്ലാം ഓവർകം ചെയ്തു വരുമെന്ന് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് പാസ്റ്റർ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ദൈവാത്മാവിൻ്റെ പേര് ഇടപെട്ടതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ചേരാൻ പറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ ഈ കൂട്ടായ്മയിലോട്ട് വന്നിട്ട് 1 മാസം ആയുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് എൻ്റെ മോള് ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ട് ജോലിയുടെ ഭാരം അനുഭവിക്കുമായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, വർത്താനം പറയാനൊന്നും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം മോൾ എന്നെ വിളിച്ചിട്ടും ചോദിച്ചു, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. എന്നാ ചോദിച്ചു, എൻ്റെ അമ്മയെ 2-3 ദിവസമായിട്ട് എൻ്റെ ജോലി ഭാരം എല്ലാം ദൈവം മാറ്റി തന്നു. ഇപ്പൊ എനിക്ക് നന്നായി ജോലി ചെയ്യാൻ ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവൻ കൊടുത്ത വിടുതലിന് നന്ദി. കേട്ട വചനങ്ങൾ പ്രിയങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ അനുഗ്രഹമാക്കി മാറ്റി നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സിസ്റ്റർ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. പഴയ ആൾക്കാരല്ല, പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ സൂമിൽ പങ്കെടുക്കാവുന്നതാണ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം പ്രയറിന്റെ ടൈമായി. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോ ഇവിടെ വീട്ടില് വഴക്കാണ് അച്ഛനും മകനും. ഇതൊക്കെ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ അതിൽ സൂമിൽ കയറാൻ നോക്കും. എനിക്ക് എപ്പോഴും ഈ പ്രാർത്ഥന കേട്ടിൽ ഒരു ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പൊ ഞാൻ കയറാൻ നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച പോലെ പ്രാർത്ഥനയിൽ കയറി മഴയ്ക്കും മോൻ വന്നു. എന്തോ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥനയിലാണല്ലേ എന്ന് പറഞ്ഞു മോൻ. പിന്നെ അത് കഴിഞ്ഞ ശേഷം മോൻ തിരിച്ചു പോയി. അപ്പൊ അവിടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ആ മൊബൈൽ മോൻ വന്ന് തിരിച്ചത് വയലെല്ലാം കട്ടായി. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ കടന്നു. എനിക്കിന്ന് പ്രാർത്ഥന കേൾക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാം. എന്നിട്ട് ഞാൻ വേറെ ചിന്തകളൊന്നും എടുത്തില്ല. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ കടന്നു. പിന്നെ കാലത്തണിച്ച് ഭർത്താവ് ചോദിച്ചു മൊബൈൽ എന്താണെന്ന് ചോദിച്ചപ്പോ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കൊണ്ടുപോകാ പറഞ്ഞു. കൊണ്ടുപോകാണ്ട് അവിടെ ഇരിക്കട്ടെ, മകനല്ലേ കേട് വരുത്തിയത്, അപ്പൊ അവനോട് ചോദിക്കും പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിൽ ഒരൊറ്റതയുണ്ടോ, എനിക്ക് ബൈബിളില് പ്രാർത്ഥന കേൾക്കണം, സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം, അതിൽ പ്രാർത്ഥന കേൾക്കാം, അതൊറ്റ കാര്യങ്ങൾ എന്നും ഞാൻ അത് മാത്രമേ കേൾക്കാറുള്ളൂ. പ്രാർത്ഥന മാത്രമേ കേൾക്കാറുള്ളൂ, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു ചെറിയൊരു മൊബൈൽ വാങ്ങിച്ചു തരാം, നിനക്ക് വിളിക്കാനല്ലേ വേണ്ടു പറഞ്ഞു. ഞാൻ ഒന്നും തിരിച്ച് മറുപടിയെ പറഞ്ഞില്ല. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ദൈവം ഉച്ചയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ബൈബിൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. സൂം മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിലും പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടില്ലെങ്കിലും ഞാൻ ബൈബിൾ നിറയെ ഇന്നലെ വായിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ദൈവം ഒരു ഉത്തരം തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും കാലത്ത് കൊണ്ടുപോയി വൈകുന്നേരം 4:30 മണിക്ക് മൊബൈൽ ഓക്കെ ആയി കിട്ടി. പിന്നെ അത് സിം ഇതാണ് അതൊക്കെ പോയതാണ്. എന്താ പറഞ്ഞാൽ അതിന്റെ
എല്ലാ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2100 ആയി. പിന്നെ ഭർത്താവൊക്കെ കൊടുത്തു, എല്ലാം ക്ലിയർ ആയിട്ട് വന്നു. അത് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഇതൊന്നും തൊടാൻ പാടില്ല പറഞ്ഞു. പിന്നെ അതിനുശേഷം അതൊന്നും തൊട്ടൊന്നുമില്ല. പിന്നെ പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഒരു സാക്ഷ്യം പറയാം. ബ്രദറെ, അനൂപൻ ടെൻഷൻ കാരണം ഞാൻ അനൂപന്റെ ഒരുപാട് മോന് അവൻ ഹലോ ബ്രദർ, പറഞ്ഞു സിസ്റ്റർ, പെട്ടെന്ന് പറഞ്ഞു, സാക്ഷ്യം പെട്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. രാത്രി മുഴുവൻ അതേ ടെൻഷനായിരുന്നു. പിന്നെ വേഗം റിസൾട്ട് കിട്ടി, മൊബൈൽ കിട്ടി, എല്ലാം ഓക്കെ ആക്കി തന്നു. എനിക്കിന്ന് പ്രാർത്ഥനയിൽ കയറാൻ പറ്റി. വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നത്. ഇനി ഒരുപാട് നന്ദി പറയണു ഞാൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റുമല്ലോ. പ്രാർത്ഥനയ്ക്കാനുള്ള അവസരത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ആമേൻ. പ്രൈസ് ലോർഡ്. പറഞ്ഞു ഞാൻ സിസ്റ്റർ. ഒരു കാര്യം പറഞ്ഞോട്ടെ പാസ്റ്റർ. ബ്രദറെ, എന്റെ അനൂപന്റെ മോൻ ഇവിടെ കൊച്ചിയില് ജോലി ചെയ്യണേ. അവന് ഒരുപാട് വിഷമങ്ങളുണ്ട് മനസ്സിൽ. അതായത് അവൻ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ശരീരം ഈ വെയിറ്റ് വെക്കണില്ല, ശരീരം ക്ഷീണിച്ച് വരിക. മാത്രമല്ല അവന് സൈനസിന്റെ ഉപദ്രവമുണ്ട്. എന്നും കഫക്കെട്ടും തുമ്മല്, ചുമ, ഇതൊക്കെയാ. എന്നും സിട്രസ് കഴിക്കണം, എന്നാലും കുറയുള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ ജോലി ചെയ്യുമ്പോ പൈസ ഒന്നും മിച്ചം വെക്കാൻ പറ്റണില്ല. അന്നന്നത്തെ ജീവിതത്തിന് മാത്രമേ. ഇപ്പൊ വാടക വീട്ടിലാണ് ഞങ്ങൾ. അപ്പൊ അതിന്റെ വാടക കൊടുക്കും. പിന്നെ അവന്റെ ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനൊരു ഏറ്റവും വലിയ ആഗ്രഹം അവനൊരു ബൈക്ക് വാങ്ങണം. അത് വരെ ഇപ്പൊ 2 വർഷമായി ജോലിക്ക് ചെയ്തിട്ട് ഇതുവരെ അത് വാങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വിഷമത്തിലാണ് മോൻ. അപ്പൊ എന്റെ മോനാണ് വീട്ടില് തീർച്ചയായിട്ടും സിസ്റ്റർ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവൻ്റെ പേര് വെളിപ്പെടുത്തിയതാണ്. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ദൈവം അവനെ സാക്ഷ്യമാക്കി മാറ്റും, ഒരു അനുഗ്രഹ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, ഇപ്പൊ ഒരു ചാമ്പയുള്ള ഒരു വീടിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു റെഡ് പൗച്ച് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞത് എന്റെ വീടാണ് കേട്ടോ. ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമായിട്ട്. എന്നോട് ഇത് ഈ വീടിന്റെ അടയാളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ നേരത്തെ വല്ലോ? ഇല്ല, ഞാൻ ബ്രദറിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ സൂമിൽ കയറുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവ് ഇന്ന് തൊട്ടിരിക്കുന്നു ടെസ്റ്റ്. അത് ഏറ്റെടുത്തു. ആ ഭവനത്തിന്റെ മേൽ വലിയ രക്ഷയുടെ സന്തോഷം വെളിപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. ഞാൻ പ്രാർത്ഥനാ വിഷയം പറയുന്നു പറഞ്ഞു. ബ്രദറെ, പറഞ്ഞു ഞാൻ പറഞ്ഞു വയനാട് പറഞ്ഞു. പോവാണ്. ഇപ്പൊ ബസ്സിൽ യാത്ര പോവാൻ, ഇപ്പൊ വീട്ടിൽ നിന്ന് പോവാൻ തുടങ്ങുന്നതാണ്. രാവിലെ അവിടെ എത്തുള്ളൂ. അപ്പൊ പാസ്റ്ററിന് ഒരു വാക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ്, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യാത്രയിലൊക്കെയും ദൈവാത്മാവ് കൂടെ ഉണ്ടല്ലോ, ദൂതന്മാർ കാവലുണ്ടല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു മുഴ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കുന്നെന്ന്. അത് എന്റെ ആയിരുന്നു. അത് ദൈവം ഇപ്പം ഒരു സൗഖ്യം തന്നു. അതുപോലെ തന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്കിൻ ഡിസീസ് ഉള്ളത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം തൊട്ട് കുഞ്ഞിന്റെ ദേഹം മൊത്തം എക്സീമ പോലെ. അതിന് ഇപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. നന്ദി. സിസ്റ്റർക്ക് ഇപ്പം എങ്ങനെ അനുഭവം ഉണ്ടായത് പ്രാർത്ഥിച്ചപ്പം? കട്ടായിപ്പോന്ന് തോന്നുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു. ബ്രദർ ഇപ്പം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ചെവിയുടെ പുറകിൽ ഒരു മുഴ പോലും വരുന്നുണ്ട്. അത് ചിലപ്പം കുറച്ചു നാൾ കഴിഞ്ഞ് പോകും, പിന്നെ അത് വരും. അതിപ്പം ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇപ്പം ഭയങ്കര ഒരു വിടുതൽ തന്നു. ദൈവത്തിന് നന്ദി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. കർത്താവ് അത് മാറ്റിയത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കുഞ്ഞുങ്ങൾ കൈവച്ചോണം. കർത്താവ് ഈ സ്കിൻ ഡിസീസ് വഹിച്ചതാന്ന് തന്നെ പറഞ്ഞു കേട്ടോ. യേശുവിന്റെ മുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ട്? രാജു ബിന്ദു പറഞ്ഞിട്ട് ഒരു ആലോചന പറഞ്ഞിരുന്നു. രാജു എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്. ബിന്ദു പെങ്ങളായിരുന്നു. പക്ഷെ പെങ്ങള് മരിച്ചു പോയിട്ട് വർഷങ്ങളായിപ്പോ. വളരെ ചെറുപ്പത്തിലെ 26 വയസ്സുള്ളപ്പോ മരിച്ചു പോയതാ. രാജുവിന്റെ തവണത്തെ എന്ന് പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ബിന്ദു പെങ്ങളായിരുന്നു, ഇളയ പെങ്ങളായിരുന്നു. പക്ഷെ കുട്ടി മരിച്ചു. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് രാജുവിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ ശരീരത്തെയും ജീവിതത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ പറയാം, കർത്താവ് ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഒരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ലെന്ന് പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു കവിളിന്റെ സൈഡിൽ മുഴുക്കാൻ റെഡും ബ്ലാക്ക് ആയിട്ടുള്ള ഡോട്ടുകൾ നിറച്ച്
നിറച്ചായിരുന്നു, ഒരു 10-25-30 ഉണ്ടായിരുന്നു. അപ്പൊ കൈ വെച്ച് ഇങ്ങനെ യേശുവിന്റെ തിരുമുറുകളാൽ സൗഖ്യമെന്ന് ഇങ്ങനെ പറഞ്ഞ് ആ റെഡ് മാർക്ക് കംപ്ലീറ്റ് പോയി. ആ ബ്ലാക്ക് മാത്രം അതിനിപ്പോ കൈ വെക്കുന്നുണ്ട്, അത് ബ്ലാക്ക് പോണില്ല, റെഡ് കംപ്ലീറ്റ് പോയി. ഒരു സൈഡ് മുഴുക്കുണ്ടായിരുന്നു, അത് പോയി. റെഡ് കുറച്ചും അല്ല ബ്ലാക്ക് കുറച്ചും കൂടെ നിൽക്കുന്നുണ്ട്. സിസ്റ്റർ കൈ അവിടെ വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാഗത്ത് കൈവച്ചു. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിനോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ അത് കംപ്ലീറ്റ് അപ്രതീക്ഷിതമായി പോകുന്നല്ലോ. ഞങ്ങൾ രോഗത്തെ പുറത്താക്കുന്നു, സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇപ്പം തന്നെ മാറ്റി കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു? ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്കിൾ, എന്നത് ഓർത്ത് പ്രാർത്ഥിക്കാവോ? തീർച്ചയായിട്ടും. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ കൃപയിലും ശക്തിയിലും ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ വളരട്ടെ. കർത്താവ് ഇന്ന് കുടുംബത്തിന് മാത്രമല്ല ദേശത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ള മകനായി തീരട്ടെ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപകളാൽ നിറയ്ക്കുന്നല്ലോ. ദീർഘായുസ് ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, എല്ലായിടത്തും ഏറ്റവും ഉന്നതനായി തീരട്ടെ, ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു പറഞ്ഞു. കാലിന്റെ 2 കാലിലും പാടായിരുന്നു നിറച്ചു. അപ്പൊ ഒരു ദിവസം പിന്നെ ബ്രദർ പറഞ്ഞതുപോലെ ദൈവം കർത്താവ് തൊഴുതു, പൂർണ്ണമായി അത് മാറുന്നെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ അത് ഏറ്റെടുത്തു. പൂർണ്ണമായിട്ട് 2 കാലിലെയും കറുത്ത് മാറി. ആമേൻ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? കുറെ നാളുകളായിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാ. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു, കറുത്ത പാടുകളായിട്ട് നിറഞ്ഞിരിക്കുമായിരുന്നു അല്ലേ? ഓ സ്വോത്രം. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ കാലം മുഴുവൻ കറുത്ത പാടായിരുന്നു. ഒരു ദിവസം ദൈവാത്മ ഇടപെട്ട് കറുത്ത പാടുകൾ കാലിൽ നിന്നും മാറുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റമില്ലായിരുന്നു. പക്ഷേ കർത്താവ് തൊട്ട് അത് പൂർണ്ണമായിട്ടും മാഞ്ഞുപോയി. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, പറഞ്ഞു. ഞാൻ കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ US സുമയെ വിളിക്കുന്നത്. ഞാൻ എൻ്റെ രോഗിയുടെ അടുത്ത് ഞാനിങ്ങനെ അന്നത്തെ ഷിഫ്റ്റിൽ എനിക്ക് 4 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റിൽ ഒരെണ്ണത്തിന് ഫീഡിങ് ട്യൂബ് ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ അതിന് മുമ്പിലത്തെ നേഴ്സ് എന്തെല്ലാം ട്രൈ ചെയ്തിട്ടോ തുറക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഫീഡിങ് ട്യൂബ് എന്താ പ്രത്യേക ഒരു പോളിസിയൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ ചെയ്തിട്ടേക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് പോയി വന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്കിതിനെ ഞാൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം, യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് ഇച്ചിരി ചൂടുവെള്ളം അതിൻ്റെ മെഡിസിൻ കൂടെ ചേർത്ത് പുഷ് ചെയ്തു. 1-2 തവണ പുഷ് ചെയ്തപ്പോഴേക്കും അത് തുറന്നു വന്നു. പേഷ്യൻ്റ് അല്ലെങ്കിൽ മെഡിസിൻ കിട്ടത്തില്ല, പേഷ്യൻ്റ് ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ല, പേഷ്യൻ്റ് ഓൾറെഡി ക്യാൻസറാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ഞാൻ പ്രാർത്ഥിച്ചു, പേഷ്യൻറ്റും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു, അത് തുറന്നു വന്നു. ആ പേഷ്യന്റിന് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി കർത്താവ്. ഇതേപോലെ ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകരെ രോഗികളെ ഇതുപോലെ എണീപ്പിക്കണം. യേശുവിൻ്റെ ദൈവം നമ്മൾ ഏത് ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അവരെല്ലാം വിടുവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കർത്താവ് ഇന്ന് പ്രിയ മകളെ കർത്താവ് ബലം കൊടുത്തല്ലോ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവ കൃപ കൊടുത്തല്ലോ. ഇനി ദിവസങ്ങളിൽ ഞങ്ങൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കും. ബ്രദർ, എന്റെ പേര് ലിസിയാണ്. ലിസി ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ എന്റെ സഹോദരിക്ക് വേണ്ടി സന്ധിവാതമായിരുന്നു, ഭയങ്കര വേദനയായിട്ട് കാലൊന്നും അനക്കാൻ പറ്റാതെ 2-3 പേര് ചേർന്ന് എടുത്തിറക്കി വെക്കണം, അങ്ങനത്തെ വേദനയായിരുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവൾക്ക് ആ കാലൊക്കെ നോർമലായിട്ട് നടക്കാനും എടുത്തു വെക്കാനും ഒക്കെ പറ്റി. ഒരു മിറക്കിളാണ്. ആമേൻ. വലിയൊരു സാക്ഷ്യമാണ്. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ സഹോദരിക്ക് സന്ധിവാതമായിരുന്നു, കാല് കുത്താൻ പോലും പറ്റത്തില്ലായിരുന്നു. പക്ഷേ വചനം കേട്ട് വചനത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ചെന്നുപോലും പ്രാർത്ഥിച്ചില്ല. മകളെ അനുഗ്രഹിച്ച വചനം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് തൊട്ടു, നടക്കുവാനും എടുക്കുവാനും എല്ലാം കാലുകൾക്ക് ബലവും ശക്തിയും സൗഖ്യം കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, ആ വചന തിരിച്ചറിവിൽ പ്രാർത്ഥിച്ചോണം. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ പറഞ്ഞു. ബ്രദറെ, എനിക്ക് 1.5 ആഴ്ചയായിട്ട് കാലിന്റെ മുട്ടിന് താഴെ നല്ല വേദനയും പിന്നെ ആ കാലിന്റെ പാദത്തിന്റെ അവിടോട്ട്
ചവിട്ടുന്ന ആ ഭാഗത്ത് ഭയങ്കരമായ വേദനയും ജോലിക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാടി. 3-4 ദിവസമായിട്ട് ഭയങ്കര ഭാരപ്പെടുമായിരുന്നു. ചെരുപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കി, ഇനി അതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നും ഭയങ്കര ഭാരത്തോടെയായിരുന്നു. രാവിലെ മുതൽ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിപ്പോ വളരെ ഇന്നും കുറവുണ്ടായിരുന്നു. അപ്പോഴാണ് ബ്രദർ ഇന്ന് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം, കോയിൻസിഡൻസ് പോലെ തോന്നി. ബ്രദറെ കേക്കില്ലേ? തീർച്ചയായിട്ടും സിസ്റ്റർ, കൈ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ വേദന വഹിച്ചു, കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നത് പറഞ്ഞാൽ മാത്രം മതി, അതിന് മേലുണ്ടാകത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറയട്ടെ ബ്രദറെ. പറഞ്ഞു പറഞ്ഞു ബ്രദറെ, ഞാൻ ഇന്നാളെ ഒന്ന് വീണ കാര്യം ബ്രദറിനോട് പറഞ്ഞായിരുന്നു. വീണ എന്റെ കൈക്ക് കുറച്ച് നീരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ യേശുപ്പച്ചന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്, തിരുമുറിവിനാൽ സൗഖ്യമുണ്ട്. അങ്ങനെ എനിക്ക് ആ വേദന പോയതായിരുന്നു. പക്ഷെ ഒരല്പം വേദനയുണ്ട്. അപ്പൊ ആ എല്ലാം ഒരു ഇച്ചിരി തള്ളി നിന്നിട്ട് ഇപ്പൊ ഒരല്പം വേദനയോടെ ഉണ്ട് ബ്രദറെ. ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. കൈയോടെ വെച്ചോ സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ ആ അസ്ഥിയെ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നത് നേരെയാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളത് സാക്ഷിയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ വചനം പറഞ്ഞ് ഞങ്ങൾ ആത്മാവിൽ നിന്ന് കൈവെക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരോഗ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ വേദനയും ആ ബുദ്ധിമുട്ടും ആ എല്ലാവിധം ആ ഡിസോർഡർ കിടക്കുന്ന എല്ലാം നോർമലാകട്ടെ കൽപ്പിക്കുന്നു. സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. കർത്താവ് അത് കംപ്ലീറ്റ് മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു കേൾക്കാവോ? പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ആദ്യമായിട്ടാണ് ഈ സൂമിൽ കയറണത്. ഞാൻ യൂട്യൂബിലെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ ജോലി സ്ഥലത്തുനിന്ന് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ മകൻ എപ്പോഴും എന്നോട് ഭയങ്കര ദേഷ്യം, അമ്മയുടെ ഒരു പ്രാർത്ഥന അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് ഒരു ദിവസം പോലും എനിക്ക് സ്വൈര്യം തരില്ല. അവന്റെ ഭാര്യ ഇട്ടിട്ട് പോയി ഇപ്പൊ 5 വർഷമായി. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ അവിടെ ജീവിക്കുക. ഒരു കൊച്ചിന് സംസാരശേഷിയും കേൾവിയില്ല. അവന് 13 വയസ്സും, രണ്ടാമത്തവന്. പക്ഷെ ഇപ്പോ എന്റെ ഈ പ്രയർ മീറ്റിംഗിൽ കയറി, ഈ യൂട്യൂബ് ചാനലിൽ കയറി അന്നു മുതല് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഭയങ്കര സന്തോഷവും ഭയങ്കര സമാധാനവും. അവൻ എന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇപ്പോഴും അവള് തിരിച്ചു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാനും തയ്യാറാ. ഇപ്പൊ 5 വർഷമായി പോയിട്ട് അവൻ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് തനിച്ച് ജീവിക്കുന്നു. ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ആഴ്ചയിൽ ഒരിക്കൽ പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നു. ഈ പ്രയർ മീറ്റിംഗിൽ കയറി. പിന്നെ ഇന്ന് ഞാൻ സൂം എനിക്ക് കിട്ടിയത് ഇന്നാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ സാക്ഷ്യം പറയാൻ. തീർച്ചയായിട്ടും യേശു പറഞ്ഞ പോലെ തന്നെ വലിയ സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് വലിയൊരു സമാധാനത്തെ കൊടുത്ത വലിയൊരു അനുഗ്രഹമുണ്ട്. ഇതൊരു ഞാൻ എപ്പോഴും പോലെ സമാധാനം ഒരു അടയാളമാണ് ദൈവപ്രവൃത്തിയുടെ. അന്ന് ഞാൻ ബാംഗ്ലൂരായിരുന്നു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ മരിക്കാനൊക്കെ പോയതാ. അപ്പോഴും അന്നൊക്കെ എനിക്ക് ഇത്രയും വിശ്വാസത്തിൽ അടിയുറച്ചിട്ടില്ല. വിശ്വാസം അറിയാം, കുറെ വചനങ്ങളും അറിയാന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഈ മീറ്റിങ്ങിൽ കയറി പിന്നെ എനിക്ക് സാക്ഷ്യം പറയണം, ഇത് നേരിട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് ഞാൻ പലരെയും കൊണ്ടും ഈ സൂം എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് സാധിച്ചതിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഇന്ന് കേട്ടത് വലിയൊരു സമാധാനം ദൈവം കൊടുത്തില്ല. സമാധാനം ഒരു അടയാളമാണ്. ദൈവപ്രവൃത്തിക്ക് മുമ്പായിട്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം ദൈവം നിറയ്ക്കും. ഉറച്ചു നിന്നോണം, ചേർന്ന് നിന്നോണം. കർത്താവ് എല്ലാ കാര്യങ്ങളും സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ. ഹലോ, ബ്രദറെ, പ്രാർത്ഥനയുടെ ആദ്യ സമയം ലൈലയുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനമാണ്. ഏറ്റെടുത്തു ബ്രദർ. അവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോണം. അവരോട് പറയണം, ആ കുടുംബത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞോണം. കർത്താവിൻ്റെ ചേർന്നിരിക്കാൻ പറയണം. ദൈവം അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അതുപോലെ ചാമ്പയുടെ കേസ് പറഞ്ഞതും, എനിക്ക് 3 മക്കളുണ്ട്. മൂത്താള് ജോലി കിട്ടാതെ പ്രതിസന്ധിയിരിക്കുന്ന ആളാണ്. ഇളയ പിള്ളേര് ഏത്തകളാണ്. അവര് +2 പഠിച്ചു. അവരും അങ്ങനെ ഒരു പ്രതിസന്ധി പിള്ളേരാ. തീർച്ചയായിട്ടും കർത്താവ് അതെല്ലാം ഒരു സാക്ഷ്യമാക്കി മാറ്റും. ഏറ്റെടുത്തോണം. ദൈവം വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. സമയം ഇച്ചിരി മുന്നോട്ട് പോയതുകൊണ്ടാണ്. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കും. ഈ നിമിഷം മുതൽ കൈവച്ച് പറഞ്ഞോണം. രോഗികളായി ഭാരപ്പെടുന്ന രോഗിയാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ പറയേണ്ടത് യേശു എൻ്റെ രോഗം, ഏത് രോഗത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, രോഗമെന്ന് പറയാതെ
ഏത് രോഗമാണോ ആ രോഗം യേശു വഹിച്ചു എന്ന് പറയണം. എൻ്റെ ക്യാൻസർ യേശു വഹിച്ചു, എൻ്റെ ക്യാൻസർ മാറാനുള്ള മുറിവ്, യേശുവിൻ്റെ മുറിവിലൂടെ എൻ്റെ ക്യാൻസർ മാറാനുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു, അത് തന്നെ പറയണം. ഏത് വലിയ രോഗിയാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും പറയണം. ഇന്ന് ആ മുടന്തൻ എണീറ്റതുപോലെ നിങ്ങളെ സാക്ഷ്യമാക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. ഞാൻ ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ പ്രാർത്ഥനകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. വലിയ സാക്ഷി എല്ലാ ദിവസവും നടക്കുന്ന ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. വലിയ പ്രവർത്തികളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി